ലേഹ മമ്മീനെയും കൂട്ടി ജുവാൻ വരുന്നുണ്ടേ. പാറു വാ. ആഹാ, ചക്ക കിട്ടിയല്ലോ. ചക്കയായിട്ടാണ് വിരുന്നുകാരിയുടെ വരവ്. ചെറിയ ചക്കയാണെന്ന് തോന്നുന്നില്ലേ, അമ്മയ്ക്കും കിട്ടിയ ഒരെണ്ണം. അങ്ങനെ നമുക്കിന്ന് ചക്ക വിശേഷങ്ങളൊക്കെ തുടങ്ങിയാലോ? അപ്പോൾ നമുക്ക് തുടങ്ങാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രേസി ജുവാൻ ഫാമിലി. ദേ മോളും പറഞ്ഞു ഹായ്. അപ്പോൾ ഡിയേഴ്സ്, നമ്മൾ പുറകെ വശത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ വെച്ച് നമുക്ക് ചക്കയൊക്കെ വൃത്തിയാക്കാം. ചക്ക വൃത്തിയാക്കുന്നത് വലിയൊരു ടാസ്ക്കാണേ. അപ്പോൾ എന്നെക്കാളും സ്പീഡിൽ ചെയ്യുന്ന രണ്ടുപേരാണ് ഇവർ രണ്ടുപേരും. 2 ചക്കയും മുറിക്കേണ്ടി വരും അല്ലേ അമ്മേ? ഒരെണ്ണം നമുക്ക് മുറിക്കുമ്പോൾ അറിയാൻ പറ്റും എത്രത്തോളം അതിനകത്ത് ചുളയുണ്ടെന്ന്. അതനുസരിച്ചിട്ട് നമ്മൾ 2 മുറിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വലിയ ചക്കയൊന്നുമല്ല, കുഞ്ഞു ചക്കയാണ്. എന്നാൽ തീരെ കുഞ്ഞുമല്ല. നമുക്ക് തിടുക്കമൊന്നുമില്ല, വളരെ പതിയെ ചെയ്താൽ മതി. കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇച്ചിരി സമയം എടുത്ത് ചെയ്യേണ്ട പരിപാടിയാണ്. പിന്നെ പിള്ളേരെ നോക്കാനുണ്ട്. പിന്നെ 2 പേരും ഉള്ളത് കൊണ്ട് കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ചക്ക മുറിക്കുന്ന കാണുമ്പോൾ നമ്മുടെ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത്. പണ്ട് എപ്പോഴും ചക്കയുള്ളൂ അല്ലേ? ചക്ക സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ നിന്ന് കഞ്ഞിയോ ചോറൊക്കെ കഴിച്ചിട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ ചക്കപ്പുഴുക്കായിരിക്കും, അല്ലെങ്കിൽ ചക്കാവിയലായിരിക്കും. അങ്ങനെ എന്തെല്ലാം ചക്ക വിഭവങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ടായിരിക്കും. ചക്കയുടെ മുഴുവൻ ചുള എടുത്ത് വേവിച്ച് നമ്മുടെ കാന്താരി ചമ്മന്തിയായിട്ട് കഴിക്കുന്നത് നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്താണോ എന്തോ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ പറ്റത്തില്ല. ഒരു മടുപ്പ് നമുക്ക് തോന്നും. അത് ചക്കയോടുള്ള മടുപ്പല്ല, നമ്മുടെ വീട്ടിൽ പല വിധത്തിലുള്ള പച്ചക്കറിയൊക്കെ കാണുമല്ലോ. അപ്പോൾ അതൊന്നും വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതി ചക്കയുടെ ദിവസങ്ങളിലൊക്കെ അല്ലേ നമ്മൾ ഉണ്ടാക്കത്തുള്ളൂ. പണ്ട് അങ്ങനെയല്ല, നമ്മൾ പച്ചക്കറി വാങ്ങുന്ന കുറവായിരിക്കും. ചക്ക നമ്മുടെ പറമ്പിലുള്ളതൊക്കെ അല്ലേ നമ്മൾ ഒത്തിരി കഴിച്ചുകൊണ്ടിരുന്നത്. ചക്ക വെട്ടിയതിൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് നമ്മൾ പപ്സും ഡ്രിങ്ക്സും കുടിക്കാമെന്ന് കരുതി. മാംഗോയുടെ ഫ്ലേവറിലുള്ള ഡ്രിങ്കാണ്. ഞങ്ങളുടെ ജോൺസൺ ബേക്കറിയിലെ പപ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങളൊരു കുഞ്ഞ് ബ്രേക്ക് എടുത്ത് പപ്സൊക്കെ കഴിച്ചിട്ട് വരാം. കാരണം ഇത് കഴിച്ച് എനർജി കിട്ടിയിട്ട് വേണം ബാക്കി ജോലി ചെയ്യാൻ. ചക്ക റെഡിയാക്കാനുണ്ട്, പിന്നെ മീൻകറി വെക്കാനുണ്ട്. അമ്മ അവിടെ ചക്ക വൃത്തിയാക്കൽ ഏകദേശം പകുതിയോളം ആയി. അത് റെഡിയായിക്കൊണ്ടിരിക്കുവാണ്. അനിയത്തി ഇവിടെ പാത്രമൊക്കെ കഴുകുന്നുണ്ട്. ആ സമയത്ത് കൊണ്ട് നമുക്കൊരു ഷാർജ ഷേക്ക് ഉണ്ടാക്കിയാലോ? അപ്പോൾ ഇതൊക്കെയായി, മീൻകറിയൊക്കെ വെച്ച് ഇത് കഴിക്കാനൊരു 3 മണിയാകും. എന്തായാലും നമുക്ക് വിശക്കും. അപ്പോൾ ഒരു ഷാർജയും കൂടെ ഉണ്ടാക്കാമെന്ന് കരുതി. ഷേക്കിന് വേണ്ടി എല്ലാ സാധനങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞാൻ ഇന്നലെ ബദാം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാല്, പഴം, കിക്കാറ്റിൻ്റെ മിഠായി, ഹോർലിക്സിൻ്റെ പൗഡർ, പഞ്ചസാര എല്ലാം ഉണ്ടായിരുന്നു. അനിയത്തി ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനതുകൊണ്ട് ഇതുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ചക്ക നമുക്ക് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയതാണ്. എന്നാൽ പിന്നെ നമുക്കൊരു ഷാർജ ഷേക്ക് ഉണ്ടാക്കിയാലോ? കുതിർത്ത് വെച്ചിരിക്കുന്ന ബദാമും പഞ്ചസാരയൊക്കെ നമുക്കൊന്ന് ആദ്യം ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കിക്കാറ്റൊക്കെ ഇട്ടൊന്ന് പഴമൊക്കെ ചേർത്ത് അരച്ചെടുക്കാം. ഇപ്പോൾ പപ്സ് കഴിച്ചതല്ലേ ഉള്ളൂ, ഉടനെ ഒരു ഷാർജ വേണോ എന്ന് തോന്നണ്ട. ഒത്തിരി സമയം ഉണ്ടായിരുന്നു. നമ്മളെ ജോലിയെല്ലാം നമുക്ക് വീഡിയോ ആക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് ഇനിയൊന്ന് ഫുഡ് പ്രിപ്പയർ ആവാൻ ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ അനിയത്തി വന്നതുകൊണ്ട് ഒന്നുണ്ടാക്കാമെന്ന് കരുതി. ഇതൊക്കെ തന്നെയാണ് ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അല്ലേ? പാല് നല്ലോണം ഫ്രീസ് ആയിട്ടില്ല. കുറച്ച് പാലിട്ട് നമുക്ക് അടിച്ചെടുക്കാം. സാരമില്ല, നമ്മളൊക്കെ തന്നെയല്ലേ. മുൻപൊക്കെ ഷാർജ കുടിക്കണമെങ്കിൽ ഞങ്ങൾ ബേക്കറി പോകണം അല്ലേ? ഇപ്പോൾ പിന്നെ ഏത് തരം റെസിപ്പിക്കും യൂട്യൂബുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ സമയവും ഇൻഗ്രീഡിയൻസൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഞൊടിയിടയിൽ തയ്യാറാക്കാം. ഇങ്ങനെയുള്ള ഷേക്ക്, ഷാർജ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി സ്വന്തമായിട്ട് കഴിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഫീലാണ്. അപ്പോൾ ഞങ്ങൾ ഷാർജ ഷേക്ക് കുടിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേഗം വന്നാൽ ഓരോ കപ്പ് തരാം. ഇങ്ങനെയൊക്കെ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്കിതിൻ്റെ കൂടെ ഒരു സ്കൂപ്പ് ഐസ്ക്രീം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചു. പക്ഷേ ഇത് നല്ല ടേസ്റ്റി ആയിരുന്നു, കുട്ടികൾക്കും ഇഷ്ടമായി. പ്രത്യേകിച്ച് ജസക്കുട്ടനും ഭയങ്കര ഇഷ്ടമായി. ഇച്ചിരി തണുപ്പ് മാറിയതിന് ശേഷമാണ് ഞാൻ മോൾക്ക് കൊടുത്തത്. കാരണം അത്രയും തണുപ്പ് അവൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കിയാലോ എന്ന് കരുതി. അപ്പോൾ അവൾ ഭയങ്കര ആസ്വദിച്ചു കഴിച്ചു കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ അടുക്കളയിലെ വിശേഷങ്ങൾ നോക്കാം. ചക്ക കൂട്ടാൻ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുവാണേ. അപ്പോൾ നമുക്കിന്ന് മീൻകറി, ചോറൊക്കെ ഉണ്ട്. ചോറ് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം കുഞ്ഞുങ്ങൾക്കെല്ലാം കൂടെ കൊടുത്ത് നമ്മൾ ആ ഒരു തിരക്കിലായിപ്പോയി. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചു.
ഭയങ്കര സന്തോഷമായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നത്. ഒന്നുകിൽ നമുക്ക് ജോലി തിരക്കായിരിക്കും, അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയം അങ്ങനെ ഒരുമിച്ച് എത്താൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. ഇഷ്ടമായില്ലേ? ഇഷ്ടമായിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ, പിന്നെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ക്രേസി ജുവാൻ ഫാമിലി എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.